ഹായ് ഹലോ ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. പല വെറൈറ്റി കളേഴ്സ് ഇതുപോലെ മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഹായ് ഹലോ ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. പല വെറൈറ്റി കളേഴ്സ് ഇതുപോലെ മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ ഫ്ലവറിംഗ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിൽ മാസം വരെയാണ്. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ ഫ്ലവറിംഗ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിൽ മാസം വരെയാണ്. അപ്പോൾ ഇത് ഫ്ലവറിംഗ് ആകുമ്പോൾ നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, ഈ ഒരു നവംബർ ഏപ്രിൽ മാസങ്ങളിൽ പൂവിടുന്ന ഈ ഒരു പ്ലാന്റ് നവംബർ മാസം തന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തണം. ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് നന്നായിട്ട് താഴ്ത്തി വെച്ച് നല്ല കട്ടിയുള്ള സ്റ്റെമ്മ് നോക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഫ്ലവറിംഗ് ആകുമ്പോൾ നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, ഈ ഒരു നവംബർ ഏപ്രിൽ മാസങ്ങളിൽ പൂവിടുന്ന ഈ ഒരു പ്ലാന്റ് നവംബർ മാസം തന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തണം. ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് നന്നായിട്ട് താഴ്ത്തി വെച്ച് നല്ല കട്ടിയുള്ള സ്റ്റെമ്മ് നോക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതായത് റെയിനി സീസൺസിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്ത് നിർത്തുക പ്ലാന്റ്സ്. ഒക്ടോബർ പകുതിയോടെ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്യുക പ്ലാന്റ്. അപ്പോൾ ഈ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ NPK ഫെർട്ടിലൈസേഴ്സ് ഓരോ ആഴ്ച ഇടവിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് ബെറ്ററാണ്. അപ്പോൾ NPK നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിന് മെയിനായിട്ടും സ്പ്രെയറിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ NPK. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഫ്ലവറിങ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ മാത്രം നമ്മൾ ഈ ഒരു NPK ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്താൽ മതി പ്ലാന്റ്സിന്. അപ്പോൾ നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടുകൾ നടുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇതുപോലെ ഇങ്ങനെ പല കളേഴ്സ് മിക്സാക്കി വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്. NPK പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളമാണ് ഡാപ്പ്. അപ്പോൾ ഡാപ്പ് നമുക്ക് ചുവട്ടിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് പ്ലാന്റിൻ്റെ ചുവടൊന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മണ്ണ് ഇളക്കിയിട്ട് ഒരു 3-4 പീസ് ഡാപ്പ് നമുക്ക് പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലിക്വിഡായിട്ടുള്ള ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ചാണക സ്ലറിയാണ്. അപ്പോൾ പച്ച ചാണകവും കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് പുളിപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടത് ഡൈല്യൂട്ട് ചെയ്ത്, ഇരട്ടി കൂടുതൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം ലീഫ് പോലും കാണാൻ പറ്റാത്ത കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പൂക്കൾ വരുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റിൽ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ബൊഗൻവില്ല പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല വേനൽക്കാലമാണ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഡെയിലി ഒന്ന് നനച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാന്റ്. എപ്പോഴും നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ലീഫൊന്നും ഇല്ലാതെ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് തിക്കായിട്ട് പൂക്കളുണ്ടാകും. അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്. ബൊഗൻവില്ലയുടെ പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിൽക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ബൊഗൻ